അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടുമുമ്പുള്ള ഹദീസിൽ പറഞ്ഞത് തന്നെ 3364 ഹദീസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഇസ്മായിലിൻ്റെ ഉമ്മയായ ഹാജറയുടെ മുകളിലാണ് അത് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഇസ്മായിലിനെയും അദ്ദേഹത്തിൻ്റെ ഉമ്മയെയും ദൂരേക്ക് കൊണ്ടുപോയി. അവരുടെ കയ്യിൽ ഒരു തൊലിസഞ്ചിയിൽ വെള്ളമുണ്ടായിരുന്നു. ഇസ്മായിലിൻ്റെ ഉമ്മ അതിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു. അങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റിയിരുന്നു. ഇബ്രാഹിം മക്കയിൽ എത്തിയപ്പോൾ അവരെ ഒരു മരത്തിൻ്റെ കീഴെ ഇരുത്തി. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇസ്മായിലിൻ്റെ ഉമ്മ അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു, കഥ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ. അദ്ദേഹത്തിനെ അവർ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, അല്ലയോ ഇബ്രാഹീമേ, നിങ്ങൾ ഞങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങളെ വിട്ടേച്ച് പോകുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങളെ ഞാൻ അള്ളാഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ വിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിനോടൊപ്പമായിരിക്കുന്നതാണ് എനിക്ക് തൃപ്തി, അത് കുഴപ്പമില്ല, ശരി പൊക്കോളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ തിരിച്ച് കുഞ്ഞിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നും വെള്ളം കുടിച്ചു. തൊലിസഞ്ചിയിൽ നിന്ന് പാല് കൂടി കുഞ്ഞിന് പാല് കൊടുത്തു. കയ്യിലുള്ള വെള്ളം മുഴുവൻ ഉപയോഗിച്ച് തീർന്നപ്പോൾ അവർ അവരോട് തന്നെ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും അടുത്ത് ചുറ്റുവട്ടത്തിലൊക്കെ പോയി വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ അസഫ മലയുടെ മുകളിൽ കയറി അവിടെ ചുറ്റും നോക്കി എന്തെങ്കിലും കാണും എന്നോ അതല്ലെങ്കിൽ ആരെയെങ്കിലും കാണും എന്നോ പ്രതീക്ഷയോടെ. പക്ഷേ അത് വെറുതെയായി. അങ്ങനെ അവർ താഴെ വന്നു. താഴ്വരയിൽ എത്തി. അൽ മർവ മലയുടെ അടുത്ത് എത്തുന്നതുവരെ അവർ ഓടി. അങ്ങനെ അവർ ആ രണ്ട് മലകൾക്കുമിടയിൽ 7 പ്രാവശ്യം ഓടി. അവർ അവരോട് തന്നെ പറഞ്ഞു, ഇനി ഞാൻ പോയി കുഞ്ഞിനെ നോക്കുന്നതായിരിക്കും നല്ലത്, കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നല്ല ദൂരം ഉണ്ടാവും എന്നാണ് മനസ്സിലാവേണ്ടത്. ഇപ്പം നമ്മൾ കാണുന്ന ഉംറയ്ക്ക് പോകുമ്പോൾ കാണുന്ന സ്ഥലം ആണ് മലകൾ, അത് തന്നെയാണ്, അത്രയും ദൂരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നടുക്ക് എവിടെയെങ്കിലുമോ അതല്ലെങ്കിൽ ത്രികോണം പോലെ ഒരു സ്ഥലത്ത് കുറച്ച് മാറിയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റുന്നില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവർ പോയി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. അത് മരണത്തിൻ്റെ വക്കിൽ ആയിരുന്നു. അത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളത് അവർക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ അവർ വിചാരിച്ചു, അല്ലെങ്കിൽ അവർ അവരോട് തന്നെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അവർ അസഫായിലേക്ക് കയറി. കുറേ നേരം നോക്കി, പക്ഷെ അവിടെ ഒന്നും ആരെയും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞപ്പോൾ, അതായത് അസഫ അൽ മർവ എന്നീ മലകളുടെ ഇടയിലൂടെ ഓടിക്കഴിഞ്ഞപ്പോൾ അവർ അവരോട് തന്നെ പറഞ്ഞു, ഞാൻ പോയി കുഞ്ഞിനെ നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ പെട്ടെന്ന് അവർ ഒരു ശബ്ദം കേട്ടു, ഒരു പ്രത്യേകതരം അത്ഭുതകരമായ അപരിചിതമായ ശബ്ദം. അപ്പോൾ അതിനോട് പറഞ്ഞു, നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ. അത്ഭുതം, അതാ അവിടെ ജിബ്രീൽ, അദ്ദേഹമായിരുന്നു ആ ശബ്ദം ഉണ്ടാക്കിയത്. അദ്ദേഹം ഭൂമി ഇടിക്കുകയോ കുഴിക്കുകയോ ചെയ്യുകയായിരുന്നു കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട്. അത് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് ഭൂമിയിൽ കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ഇടിച്ച് കാണിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ഹദീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചില ഹദീസുകൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മൾ ഒരു ആക്ഷൻ ചെയ്യണം. ഇപ്പോൾ റസൂലിൻ്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് അതിലൊരു ഹദീസാണ്. അപ്പോൾ അത് പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ നമ്മൾ തറയിൽ ചവിട്ടണം. അങ്ങനെ അവിടെ നിന്ന് വെള്ളം ചീറ്റി വരാൻ തുടങ്ങി. ഇസ്മായിലിൻ്റെ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് കൈകൊണ്ട് അവിടെയുള്ള മണ്ണൊക്കെ മാന്തി ഒരു ചെറിയ കുഴി ഉണ്ടാക്കി. അബുൽ ഖാസിം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിപ്പേരാണ്, അദ്ദേഹം പറഞ്ഞു, അവർ ആ വെള്ളത്തിനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ, അതെങ്ങനെയാണോ അതുപോലെ അങ്ങ് വിട്ടിരുന്നു, അല്ലെങ്കിൽ തൊടാതിരുന്നുവെങ്കിൽ, അതായത് തടഞ്ഞു നിർത്താതിരുന്നുവെങ്കിൽ അത് ഒഴുകുന്ന ഒരു നദിയോ അരുവിയോ ആകുമായിരുന്നു ഭൂമുഖത്ത്. ഇസ്മായിലിൻ്റെ ഉമ്മ അതിൽ നിന്നും കുടിക്കാൻ ആരംഭിച്ചു. അവരുടെ പാല് വർദ്ധിച്ചു. കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജുർഹും എന്ന ഗോത്രത്തിലുള്ള കുറേ ആളുകൾ അങ്ങോട്ട് വന്നു. അവർ ആ താഴ്വരയുടെ അടുത്തേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ കുറച്ച് പക്ഷികളെ കണ്ടു. അവർ അത്ഭുതപ്പെട്ടു, കാരണം ആ ഏരിയയിൽ വെള്ളമില്ല എന്നവർക്കറിയാം. ആ പക്ഷികൾ വെള്ളമുള്ള സ്ഥലത്ത് മാത്രമേ കാണൂ എന്നും അവർക്കറിയാം. അപ്പോൾ വെള്ളം ഇല്ല, കാലങ്ങളായി വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഈ പക്ഷി എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ അന്വേഷിച്ചു വന്നതാണ്. 1-2 സന്ദേശവാഹകരെ അല്ലെങ്കിൽ ആളുകളെയാണ് അന്വേഷിക്കാൻ വേണ്ടി വിട്ടത്. അങ്ങനെ അവർ അവിടെ വന്ന ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അവർക്ക് അവിടെ വെള്ളം
കാണാൻ പറ്റി. അവർ തിരിച്ചുപോയി അവരുടെ കൂട്ടത്തിൽ അറിയിച്ചു. അപ്പോൾ യാത്ര പോകുന്ന ഒരു കൂട്ടം ഇപ്പുറത്തേക്കൂടെ അങ്ങ് പോകുന്നുണ്ട്. കുറച്ച് ദൂരെ കൂടെ 1-2 കിലോമീറ്റർ എന്ന് കൂട്ടിക്കോ ഊഹത്തിന് എളുപ്പത്തിന്. അവിടെ വന്ന് നോക്കുമ്പോൾ അവർ പക്ഷികളെ കാണുന്നു. 2 പേരെ പറഞ്ഞു വിടുന്നു. അവർ വന്ന് നോക്കുന്നു, തിരിച്ചുപോയി അവരെ അറിയിക്കുന്നു. അങ്ങനെ ആ ജുർഹും ആളുകളെല്ലാവരും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. അല്ലയോ ഇസ്മായിലിൻ്റെ ഉമ്മ, നിങ്ങൾ ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുമോ? നിങ്ങളോടൊപ്പം ഞങ്ങളെയും കൂട്ടുമോ? അങ്ങനെ അവർ അവിടെ താമസം തുടങ്ങി. പിന്നീട് അവരുടെ കുട്ടി പ്രായപൂർത്തിയായപ്പോൾ അവരിൽ നിന്നുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇബ്രാഹീമിന് ഒരു ഐഡിയ തോന്നി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായോട് പറഞ്ഞു, ഞാൻ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വന്ന എൻ്റെ ബന്ധുക്കളെ എനിക്ക് കാണണം. അങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഇസ്മായിലിൻ്റെ ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അവരെ ആശീർവദിച്ചു, അല്ലെങ്കിൽ സലാം ചൊല്ലി. ഇസ്മായിൽ എവിടെയാണ് എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, അദ്ദേഹം വേട്ടയാടാൻ പോയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രധാന ആഹാരം എന്ന് പറയുന്ന ഇറച്ചിയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടുമൃഗത്തിന് പിടിച്ചുകൊണ്ട് വരിക, ചുട്ടു തിന്നുക, ഇതൊക്കെയാണ് അവരുടെ ഒരു ജീവിതമാർഗ്ഗം എന്നുള്ളത്. കൃഷിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അവൻ വരുമ്പോൾ അവനോട് വാതിൽപ്പടി മാറ്റണം എന്ന് പറയുക, അല്ലെങ്കിൽ കട്ടള എന്നൊക്കെ പറയാവുന്ന വാക്ക്. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇസ്മായിൽ അവളോട് പറഞ്ഞു, നീയാകുന്നു എൻ്റെ വാതിൽപ്പടി, അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുക, നിന്നെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു. പിന്നീട് ഒരിക്കൽ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയോട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിയിച്ചു, മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വന്ന ബന്ധുക്കളെ കാണണം എന്ന്. അങ്ങനെ അനുവാദത്തോടുകൂടി ഇബ്രാഹിം ഇസ്മായിലിൻ്റെ വീട്ടിൽ എത്തി. ഇസ്മായിൽ എവിടെ എന്ന് ചോദിച്ചു. ഇസ്മായിലിൻ്റെ ഭാര്യ മറുപടി പറഞ്ഞു, അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു വേട്ടയാടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൂട്ടിച്ചേർത്തു, താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും തരാം, കുടിക്കാനും എന്തെങ്കിലും തരാം. ഇബ്രാഹിം ചോദിച്ചു, നിങ്ങളുടെ ആഹാരം എന്താണ്? നിങ്ങളുടെ കുടിക്കുന്ന സാധനം എന്താണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ആഹാരം എന്ന് പറയുന്ന ഇറച്ചിയാണ്, കുടിക്കുന്നത് ഞങ്ങൾ വെള്ളമാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, നീ നിൻ്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ ആഹാരത്തിലും വെള്ളത്തിലും കൊടുക്കണമേ. അബുൽ ഖാസിം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണത്, പറഞ്ഞു, ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ആ മക്കയിൽ ആ അനുഗ്രഹം എന്നും ഉണ്ടാവും. പിന്നീട് ഒരിക്കൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വന്ന കുടുംബത്തിനെ കാണണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയോട് പറഞ്ഞു. അങ്ങനെ അനുവാദത്തോടു കൂടി അദ്ദേഹം യാത്ര തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം സംസം കിണറിൻ്റെ പുറകിൽ ഇസ്മായിലിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ അമ്പ് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്മായിലെ, നിന്റെ രക്ഷിതാവ് എനിക്ക് ഉത്തരവ് തന്നിരിക്കുന്നു, അവന് വേണ്ടി ഒരു വീട് പണിയുന്നതിന്. അതായത് കഅബയാണ്, ബൈത്തുള്ള എന്നാണ് പറയുക. അള്ളാഹുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പള്ളി പണിയുന്നതിന്. ഇസ്മായിൽ പറഞ്ഞു, നിന്റെ രക്ഷിതാവിൻ്റെ ഉത്തരവിനെ നീ അനുസരിക്കൂ, അല്ലെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇബ്രാഹിം പറഞ്ഞു, അള്ളാഹു ഉത്തരവിട്ടിരിക്കുന്നു, നീ അതിൽ എന്നെ സഹായിക്കണം എന്ന്. ഇസ്മായിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടാം. അങ്ങനെ 2 പേരും കൂടി എഴുന്നേറ്റു. ഇബ്രാഹിം കഅബ ഉണ്ടാക്കാൻ തുടങ്ങി. ഇസ്മായിൽ ദൂരേക്ക് പോയി കല്ലുകൾ ചുമന്നുകൊണ്ട് വന്നു. 2 പേരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അല്ലയോ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നുള്ള ഈ സേവനം നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ആകുന്നു. 2-ാമത്തെ സൂറത്ത് 127-ാമത്തെ ആയത്ത്. അങ്ങനെ ആ കെട്ടിടം ഉയർന്നപ്പോൾ, അതായത് കെട്ടിടം പണിത് ഇങ്ങനെ പൊങ്ങി പോവുകയാണ്. ആ വയസ്സനായ മനുഷ്യൻ, അതായത് ഇബ്രാഹിം, അദ്ദേഹത്തിന് കല്ലുകൾ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് പൊക്കി തലയുടെ മുകളിൽ പൊക്കി വയ്ക്കണം, അതിനും പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ എത്തുന്നില്ലാത്ത അവസ്ഥയായപ്പോൾ അദ്ദേഹം ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു. അതാണ് അൽ മഖാം എന്ന് പറയുന്നത്, അതായത് സ്ഥാനം. ഇബ്രാഹിമിൻ്റെ സ്ഥാനം, മഖാം ഇബ്രാഹിം. അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ടാണ് പണി തുടർന്നത്. ഇസ്മായിൽ കല്ലുകൾ ചുമന്നുകൊണ്ട് വന്നുകൊണ്ടും ഇരുന്നു. 2 പേരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് തുടർച്ചയായി പണി നടക്കുമ്പോൾ ഇങ്ങനെ ദുആ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പള്ളി പണിയുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് ചെയ്യാവുന്നതാണ്. തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലയോ ഞങ്ങളുടെ റബ്ബേ, അല്ലെങ്കിൽ രക്ഷിതാവേ, ഈ സേവനം ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നു. 2-ാമത്തെ സൂറത്ത് 127-ാമത്തെ ആയത്ത്. തൊട്ടുമുമ്പുള്ള ഹദീസിൻ്റെ ഒരു ചുരുങ്ങിയ വെർഷനാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മ കാന ബൈന ഇബ്രാഹീമ വബൈന അഹ്ലിഹി മാ കാന ഖറജ ബിഇസ്മാഈല വഉമ്മി ഇസ്മാഈല വമാഹും ശന്നത്തുൻ ഫിഹാ മാഉൻ ഫജാലത് ഉമ്മു ഇസ്മാഈല തശ്റബു മിനശ് ശന്നത്തി ഫയദിറു ലബനുഹാ അലാ സബ്ബിഹാ ഹത്താ ഖദിമ മക്കത വവദാഹ തഹ്ത ദൗഹത്തിൻ ثم رجع إبراهيم إلى أهله فاتبعته
أمه إسماعيل حتى لما بلغوا كذا نادته من ورائه يا إبراهيم إلى من تتركنا قال إلى الله قالت رضيت بالله قال فرجعت فجعلت تشرب من الشنة ويدر لبنها على صبيها حتى لما فني الماء قالت لو ذهبت فنظرت لعلي أحس أحدا فذهبت فصعدت الصفا فنظرت هل تحس أحدا فلم تحس أحدا فلما بلغت الوادي سعت وأتت المروة وفعلت ذلك أشواطا ثم قالت لو ذهبت فنظرت ما فعل تعني الصبي فذهبت فنظرت فإذا هو على حاله كأنه يشنغ للموت فلم تقرها نفسها فقالت لو ذهبت فنظرت لعلي أحس أحدا فذهبت فصعدت الصفا فنظرت فلم تحس أحدا حتى أتمت 7 ثم قالت لو ذهبت فنظرت ما فعل فإذا هي بصوت فقال أغث إن كان عندك خير فإذا جبريل فقال بعقبه هكذا وغمز عقبه على الأرض قال فانبثق الماء فدحشت أم إسماعيل فجعلت تحفر قال فقال أبو القاسم صلى الله عليه وسلم لو تركته كان الماء ظاهرا قال فجعلت تشرب من الماء ويدر لبنها على صبيها قال فمر ناس من جرهم ببطن الوادي فإذا هم بطير كأنهم أنكروا ذاك وقالوا ما يكون الطير إلا على ماء فبعثوا رسولهم فنظروا فإذا هم بالماء فأتاهم فأخبرهم فأتوا إليها فقالوا يا أم إسماعيل أتأذنين لنا أن نكون معك أو نسكن معك فبلغ ابنها فنكح فيهم امرأة قال ثم إنه بدا لإبراهيم فقال لأهله إني مطلع تركتي قال فجاء فسلم فقال أين إسماعيل فقالت امرأته ذهب يصيد قال قولي له إذا جاء غير عتبة بابك فلما جاء أخبرته فقال أنت ذاك اذهبي إلى أهلك قال ثم إنه بدا لإبراهيم فقال لأهله إني مطلع طريقتي قال فجاء فقال أين إسماعيل فقالت امرأته ذهب يصيد فقالت ألا تنزلوا فتطعما وتشربا فقال وما طعامكم وما شرابكم قالت طعامها اللحم وشرابنا الماء قال اللهم بارك لهم في طعامهم وشرابهم قال فقال أبو القاسم صلى الله عليه وسلم بركة بدعوة إبراهيم صلى الله عليه وسلم قال ثم إنه بدا لإبراهيم فقال لأهله إني مطلع تركتي فجاء فوافق إسماعيل من وراء زمزم يصلح نبلا له فقال يا إسماعيل إن ربك أمرني أن أبني له بيتا قال أطع ربك قال إنه قد أمرني أن تعينني عليه قال إذن أفعل أو كما قال فقام فجعل إبراهيم بيني وإسماعيل ينابل الحجارة ويقولان ربنا تقبل منا إنك أنت السميع العليم قال حتى ارتفع البناء وضعف الشيخ عن نقل الحجارة فقام على حجر المقام فجعل يناوله الحجارة ويقولان ربنا تقبل منا إنك أنت السميع العليم. അൽ-ബഖറ 127. അബൂദർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ, ഏത് പള്ളിയാണ് ഭൂമുഖത്ത് പണിത ആദ്യത്തെ പള്ളി? അദ്ദേഹം പറഞ്ഞു അൽ മസ്ജിദുൽ ഹറാം, അതായത് മക്കയിലെ പള്ളി. അപ്പം ഞാൻ ചോദിച്ചു അടുത്തത് ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ മസ്ജിദുൽ അഖ്സ, അതായത് ജെറുസലേമിലുള്ള പള്ളി, ബൈത്തുൽ മുഖദ്ദസ്. അപ്പം ഞാൻ ചോദിച്ചു ഇവ രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കെട്ടിടം പണിയുന്നതിൻ്റെ കാലതാമസം എത്രയായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 40 വർഷം.
അപ്പോൾ അതായത് ഇവിടെ മക്ക പണിതു ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇബ്രാഹിം അലൈഹി ഇസ്ലാമും കൂടിയിട്ട്. പിന്നീട് 40 കൊല്ലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും കൂടിയിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് പണിതിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു, നീ എവിടെയായിരുന്നാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ നീ നമസ്കരിക്കുക അവിടെ തന്നെ. അതാവുന്നു ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ. അതായത് നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കുക എന്നുള്ളത്. സമയത്തു അബൂദർറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അയ്യു മസ്ജിദിൻ വുദിയ ഫിൽ അർദി അവ്വൽ ഖാല അൽ മസ്ജിദുൽ ഹറാം ഖാല ഖുൽതു സുമ്മ അയ്യ് ഖാല അൽ മസ്ജിദുൽ അഖ്സ ഖുൽതു കം കാന ബൈനഹുമാ ഖാല 40 സനതൻ സുമ്മ ഐനമാ അദ്റകത്ക അസ്വലാത്തു ബഅദ ഫസ്വല്ലിഹ് ഫഇന്നൽ ഫദ്ല ഫീഹി. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.